തമിഴ്നാട്ടിൽ ഇങ്ങനെ സത്യപ്രതിജ്ഞ വൈകുന്നതിൽ പാലക്കാട്ടെ ഫാൻസ് ഒക്കെ അസ്വസ്ഥരാണ്. ഇന്ന് സത്യപ്രതിജ്ഞ നടക്കുമെന്ന് കരുതി ബാൻഡ് മേളം അടക്കം ബുക്ക് ചെയ്തതാണ്. എന്നാൽ അതൊക്കെ വെറുതെ ആയിപ്പോയി. കുറച്ച് വിജയ് ഫാൻസ് നമ്മളോടൊപ്പം ചേരുകയാണ്. അവർക്ക് എന്താണ് പറയാനുള്ളത്? കാരണം വിജയുടെ സത്യപ്രതിജ്ഞ ഓരോ ദിവസവും വൈകുകയാണല്ലോ. വിജയുടെ സത്യപ്രതിജ്ഞ ഇങ്ങനെ വൈകുന്ന ഒരു സാഹചര്യമുണ്ട്. ഗവർണർ സത്യപ്രതിജ്ഞയ്ക്ക് അനുമതി നൽകാത്ത സാഹചര്യമുണ്ട്. എന്താണ് വിജയ് ഫാൻസ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് പറയാനുള്ളത്? ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന നാടകീയമായ രംഗങ്ങളൊക്കെയാണ്. ഇത് 108 എന്നുള്ളൊരു പുതിയൊരു പാർട്ടി ഇത്രയും വലിയൊരു വിജയം, നമ്മൾ ഇന്ത്യ കണ്ട വിജയത്തിൽ ഏറ്റവും വലിയ വിജയമാണ്. അതിൽ ഒരു മന്ത്രിസഭ ഉണ്ടാക്കാൻ ധാരാളം പറ്റും. 6 മാസം കാലതാമസം കൊടുത്തിട്ട് ഒരു മന്ത്രിസഭ ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഇവർ എന്തുകൊണ്ടാണ് ഈ നാടകീയമായിട്ടുള്ള ഈ നീക്കങ്ങൾ ചെയ്യുന്നത് യാതൊരു ഇതുമില്ല. ജനവിധിയാണ്. ആ ജനവിധിയെ മാനിക്കാതെ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങോട്ട് നീട്ടിക്കൊണ്ടുപോകുന്നത് യാതൊരു ബോധ്യമില്ല. ഇന്ന് നാളെ എന്നുള്ളത് നീട്ടി കൊണ്ടുപോവുകയാണ്. ജനനായകന്റെ റിലീസ് പോലെ നിങ്ങൾ കാണാം. ജനനായകന്റെ റിലീസ് പോലെ തന്നെയാണ്. മുഖ്യമന്ത്രി പദത്തിൽ എത്തുന്ന ഒരു സാഹചര്യത്തിൽ പോലും ഇവർ ഇങ്ങനെ അദ്ദേഹത്തെ വേട്ടയാടുന്നത് ഇത് ജനാധിപത്യ വിരുദ്ധ രാഷ്ട്രീയ നിലപാടാണ്. ജനാധിപത്യ രാജ്യത്ത് ജനാധിപത്യ മര്യാദ എന്നുള്ളത് കാണിക്കണം. അതല്ലാതെ ഏത് കസേരയിൽ ആരിരുന്നിട്ടും ഒരു കാര്യമില്ല. ഇതിൽ പ്രതിഷേധമായിട്ട് മുന്നോട്ട് പോകാനൊക്കെ പ്രതിഷേധം തന്നെയാണ്. ഇട്ടിട്ടുള്ള ഡ്രസ്സ് തന്നെ പ്രതിഷേധമാണ്. ഇന്ന് വൈറ്റ് ഇട്ടിട്ട് വന്ന് ഇന്ന് പരിപാടികൾ പ്ലാൻ ചെയ്താണ് നമ്മുടെ പാലക്കാട്. അതിൻ്റെ ഒരു പ്രതിഷേധം തന്നെയാണ് ബ്ലാക്ക് ഡ്രസ്സ് ഇട്ടിട്ട് വരാനുണ്ടായ കാര്യം. പരിപാടി ഇന്നത്തെ പരിപാടി ക്യാൻസൽ ചെയ്തു. വലിയ ആഘോഷങ്ങളൊക്കെ ആയിരുന്നോ? ഏറ്റവും വലിയ ആഘോഷമായിരുന്നു ഇവിടെ പ്ലാൻ ചെയ്തത്. എന്തൊക്കെയായിരുന്നു പ്ലാൻ ചെയ്തത്? ബാൻഡൊക്കെ ഓർഡർ ചെയ്തിരുന്നു. ബാൻഡുണ്ട്, സിംഗാരിമേളം, അതുപോലെ സ്വീറ്റ്സ് വരുന്ന എല്ലാവർക്കും കേക്ക് മുറിക്കാൻ എല്ലാം ഓർഡർ ആയിരുന്നു. ചിങ്കാരിമേളം, ബാൻഡ് സെറ്റും ഒക്കെ റെഡിയാക്കി വെച്ചായിരുന്നു. എല്ലാം റെഡിയാക്കി വെച്ചാണ്. പക്ഷെ ഒക്കെ കാലത്തനുസരിച്ച് നമുക്ക് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. അതായത് ഇവർ ഇന്ന് വിജയ് സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന് കരുതി ശിങ്കാരിമേളവും അതോടൊപ്പം തന്നെ ബാൻഡ് സെറ്റും അങ്ങനെ വലിയൊരു ആഘോഷ പരിപാടികൾ പ്ലാൻ ചെയ്തായിരുന്നു. പക്ഷെ അതെല്ലാം തന്നെ മുടങ്ങുന്ന ഒരു സാഹചര്യം വന്നു. ഹരിയോടൊപ്പം ഗോകുൽ VS, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.